നമ്മളിന്ന് എറണാകുളം ജില്ലയിലുള്ള തൃപ്പൂണിത്തറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. നമ്മളിന്ന് നമ്മുടെ സോഫ കം ബെഡുമായിട്ട് വന്നതാണ്. ഒരു 6 പീസ് ഉണ്ട്. ഒരു വീട്ടിലേക്ക് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരുപാട് പേർക്കുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഒരു വീട്ടിലേക്ക് 6 എണ്ണമാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഞാനും നമ്മുടെ അച്ചായനും പിന്നെ നമ്മളെ കണ്ണനും ഉണ്ട്. സാധനം ഞങ്ങൾ ഇറക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. നമ്മളൊരു ദോസ്ത് എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിയിലാണ് സ്വരാജ് മസ്തിന്റെ ലൈലൻ ഇതേതാണ് അശോക് ലൈലാൻഡിന്റെ ദോസ്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വണ്ടിയിലാണ് നമ്മൾ സാധനം കൊണ്ടുവന്നിട്ടുള്ളത്. 6 എണ്ണം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. 6 എണ്ണം അതിൽ കൊള്ളു എന്നുള്ളത് ഒരു ഡൗട്ട് ഉണ്ട്. ഞാൻ എന്റെ വണ്ടിയും കൂടി എടുക്കണം എന്ന് കരുതിയിരുന്നു. പക്ഷെ നമ്മൾ അതിന്റെ ഉള്ളിൽ കറക്റ്റ് സെറ്റ് ആക്കി വെച്ചിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഇറക്കി ഇട്ടിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഞങ്ങളിത് ലോഡ് കയറ്റിയപ്പോൾ എടുത്ത് വെച്ചൊരു വീഡിയോ ആയിരുന്നു. ഇതിൽ എങ്ങനെയാണ് കയറ്റിയത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടോ. അടിക്ക് പൊറുക്കി വെച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് 6 പീസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൊള്ളിക്കാൻ പറ്റിയത്. ആക്ച്വലി ഇത് വീടല്ല കേസ്, ഇതൊരു ഫ്ലെക്സി ക്യൂബ്സിന്റെ ഒരു അപ്പാർട്ട്മെന്റ് ആണ്. 4 കുടുംബത്തിന് താമസിക്കാൻ പറ്റുന്ന ഒരു അപ്പാർട്ട്മെന്റ് ആണ്. എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തറയിലാണ് ഇപ്പോൾ ഉള്ളത്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് മാസം റെന്റിനും അതേപോലെ തന്നെ ഡെയിലി റെന്റിനും റൂം ബുക്ക് ചെയ്യാൻ പറ്റും. ലിങ്കും അതേപോലെ തന്നെ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഫോൺ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി. ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ലിങ്കിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റൂം ബുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വാട്ടർ മെട്രോയിൽ നിന്ന് ഒരു 4 കിലോമീറ്ററും റെയിൽ മെട്രോയിൽ നിന്ന് ഒരു 3 കിലോമീറ്ററും ഇൻഫോ പാർക്കിൽ നിന്ന് ഒരു 6 കിലോമീറ്ററും എയർപോർട്ടിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ മാറിയിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചാൽ മതി. നമ്മൾ ആദ്യം ഇവിടെ ഒരു സോഫ കമ്പഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 6 മാസം മുന്നേ നമ്മളിവിടെ സോഫ കമ്പഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സാർ അത് ഉപയോഗിച്ചിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, കംഫർട്ട് ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള 6 എണ്ണത്തിനും കൂടി ഓർഡർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു 6 എണ്ണം ഉണ്ടാക്കിയിട്ടുള്ളത്. ടോട്ടൽ 7 സോഫ കമ്പഡ് ഇപ്പോൾ ഇവിടെ ഉണ്ട്. 7 അല്ല 8 എണ്ണം ഉണ്ട്. അതിലൊന്നും നമ്മൾ കൊടുത്തതല്ല, ഒന്നവർ പുറത്തുനിന്ന് വാങ്ങിയതാണ്. അത് കുറച്ച് വില കുറവാണ്, പക്ഷേ സാധനം എങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം, വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അത് നമ്മളോട് ഒരുപാട് പേര് റേറ്റിന്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റേറ്റ് കുറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തത് വാങ്ങാൻ നിങ്ങൾക്ക് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ അതും കൂടി ഇതിൽ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ നമ്മുടെ സാധനം കംപ്ലീറ്റ് ഇറക്കിയിട്ടുണ്ട്. ഇതൊരു സെറ്റിയാണ്, ഇതൊരു സോഫയാണ്. അതിന്റെ ഫ്രെയിം മാത്രമാണ് കേട്ടോ. ഇതിന്റെ ഉൾഭാഗത്ത് അടിക്കുന്ന ഈ പട്ടിയൊക്കെ നമ്മൾ തേക്കിന്റെ തടിയിലാണ് ചെയ്യണത്. ഉണ്ടോ, 6 പീസ് നമ്മൾ ഇറക്കി വെച്ചു. അതിന്റെ ബെഡാണ് ഇത്. ഏട്ടനെ ഇറക്കി വെക്കുന്നത് ബെഡാണ്. ഗ്രൗണ്ട് ഫ്ലോർ കാർ പോർച്ച് ആക്കിയതുകൊണ്ട് ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും ആണ് അതായത് അപ്പാർട്ട്മെന്റുകൾ ആക്കിയിട്ടുള്ളത്. അപ്പോൾ മുകളിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ മുകളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന്റെ എന്താ പറയാ, ഫുള്ളായിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റണതും ഇതൊക്കെ പാടെ വീഡിയോ എടുക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ലാഗായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും കയറ്റി ഇട്ടിട്ട് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ഉപയോഗിക്കണം സോഫ കമ്പഡ്, അല്ലെങ്കിൽ ഏത് ഭാഗത്തൊക്കെയാണ് കംപ്ലൈന്റ് വരിക എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പൊ നമ്മുടെ ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ രാത്രിയായി. എന്തായാലും നമ്മള് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. 2-3 ഡൗട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇതില് എത്ര ആൾ ഇരിക്കും എന്നുള്ളതാണ്. എത്ര ആൾ ഇരിക്കും എന്നുള്ളതാണ് ഡൗട്ട് വെച്ചത്. കേട്ടോ, ഇത് നമ്മൾ 5 അടി വീതിയിലാണ് ചെയ്തിട്ടുള്ളത്. 5 അടി വീതിയിൽ ഇരുന്ന് ഒന്ന് അടുത്തിരുന്ന് ഇത് നമ്മൾ ഏട്ടനാട്ടോ. നമ്മളെ സാധനങ്ങളൊക്കെ മുകളിലേക്ക് എത്തിക്കാനും അതേപോലെ തന്നെ നമ്മളെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്ത ഏട്ടൻ. എന്താ പേര്? മാധവൻ എന്നാണ് ഏട്ടന്റെ പേര്. ഏട്ടന്റെ വീട് ഇവിടെ തന്നെയാണ്. നമുക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട് വിളിച്ചാണ്. ഞങ്ങളിപ്പോ 3 ആൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഏകദേശം അവിടെ കുറച്ച് സ്ഥലം കൂടി സ്പേസ് ഉണ്ട്. അതാണ് 5 അടി വീതി വരിക. 5 അടി വീതിയിൽ 3 പേർക്ക് ഇരിക്കാം. എന്നെ പോലത്തെ ആളാണെന്നുണ്ടെങ്കിൽ 4 പേർക്ക് ഇരിക്കാൻ പറ്റും. പക്ഷെ കുറച്ച് തടിയുള്ള ആളാണെന്നുണ്ടെങ്കിൽ കംഫർട്ട് ആയിട്ട് 3 പേർക്ക് ഇരിക്കാൻ പറ്റും. ഞാൻ കാണിച്ചാ ഒന്ന് ചോദിച്ചേ. ഓക്കെ, താങ്ക് യു. ഇതിന്റെ ഹൈറ്റ് വരുന്നത് 20 ഇഞ്ചാണ് ടോട്ടൽ ഹൈറ്റ് വരിക. അപ്പൊ നമ്മുടെ കാല് നിലത്ത് ചിലപ്പോൾ മുട്ടില്ല എന്ന് പറഞ്ഞിട്ടാവും ഇരിക്കുക. കുറച്ചും കൂടി എന്നെങ്ങോട്ടിൽ കുറച്ചും കൂടി ഹൈറ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മുട്ടിന്ന് വരും. അപ്പൊ ഇതിന്റെ ഹൈറ്റ് കൂടുതലാണെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടുതലാക്കാനുള്ള കാരണം നമ്മൾ ഈ കട്ടിലാക്കുമ്പോൾ ചിലപ്പോൾ ഹൈറ്റ് വളരെ കുറവായിരിക്കും ഇത് കുറച്ച് കഴിഞ്ഞാല്. അപ്പൊ നമ്മൾ അതിന് കണക്കാക്കിയിട്ടാണ് ഇതിന്റെ ഹൈറ്റ് ഇട്ടിട്ടുള്ളത്. ഇനി ഞാനിത് വലിച്ച് നൂർത്തി ഇട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മളിത് ചെയ്തിട്ടുള്ളത് ഇതിന്റെ അടിയിൽ വരുന്ന ഈ ബോക്സ് വരുന്നത് പ്ലൈവുഡ് ആണ്. 5 വർഷം ഗ്യാരണ്ടിയുള്ള ടഫ് ഗോൾഡ് എന്നുള്ള ഷീറ്റിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിന് നമുക്ക് 5 വർഷം, അതായത് എന്തെങ്കിലും പൊട്ടലോ അല്ലെങ്കിൽ ചെതല് തിന്നലോ അല്ലെങ്കിൽ ഉറുമ്പ് തിന്നൊക്കെ പറയും, പിന്നെ ഉറക്കുത്തം കുത്തുക എന്നുള്ളത് ഞങ്ങളുടെ നാട്ടിലും പറയും. അങ്ങനെയൊക്കെ ചെയ്യണതിന് നമുക്ക് 5 വർഷം ഗ്യാരണ്ടി കിട്ടും. ഇതിലെ ഈ ബെഡാണ് നമ്മൾ ഈ സിറ്റിങ്ങിലുള്ളതും അതേപോലെ തന്നെ ബാക്ക് റെസ്റ്റിലുള്ളതും കൂടി എടുത്തിട്ടാണ് നമ്മൾ ഇതിന്റെ ബെഡാക്കി ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഇതിന്റെ ടോട്ടൽ ഹൈറ്റ് വന്നിട്ടുള്ളത് ഏകദേശം ഒരു 15 ഇഞ്ചിന്റെ അടുത്താണ് ടോട്ടൽ ഹൈറ്റ് വന്നിട്ടുള്ളത്. ഇതിൽ ഇനി ഇരിക്കുന്ന കാര്യമാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുട്ടികൾ കയറി ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കാന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവിടെ നിന്ന്
ഇത് എങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും യാതൊരുവിധ പ്രശ്നം വരില്ല. നമ്മൾ എങ്ങനെയാണ് ഒരു കട്ടിൽ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അതേപോലെ തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റും. അതെന്നുണ്ടെങ്കിൽ അത് ചാടി കാണിച്ചു തരാം കേട്ടോ. ഇതിനങ്ങനത്തെ യാതൊരുവിധ പ്രശ്നം വരില്ല. അത് പറ്റാതിരിക്കാനുള്ള കാരണം മെയിൻ ആയിട്ട് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉള്ളത് ഈ ഒരു സ്ലൈഡറിലാണ് ഇതിന്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യണതാണെന്നാണ് ഒരുപാട് പേര് കരുതിയിട്ടുള്ളത്. അത് മാത്രമല്ല, നമ്മൾ ഇതിന്റെ അടിയിൽ 6 വീലുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ 6 വീലിലാണ് ഇതിന്റെ മൊത്തം വെയിറ്റും കിടക്കുന്നത്. അപ്പൊ ഇതിന് ഈ സ്ലൈഡറിന് യാതൊരുവിധ കംപ്ലൈന്റും കാര്യങ്ങളും വരില്ല. അപ്പൊ ഇവിടെ ലോഡ് കയറിയാലും ഈ സ്ലൈഡറിന് നമുക്ക് ഒരിക്കലും വെയിറ്റ് വരില്ല. അതാണ് അതിന്റെ പ്രത്യേകത. ഇനി അടുത്തത്, നമുക്ക് ഇതിന്റെ ഹാൻഡ് റെസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് ഈ കട്ടിലാക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായി നിർത്തിയിട്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമ്മളിവിടെ ഒരു ടവർ ലോക്ക് വെച്ച് ലോക്ക് ചെയ്താണ്. ഇത് നമുക്ക് താഴത്തേക്ക് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ എന്തെങ്കിലും മൊബൈലും കാര്യങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കുകയും ചെയ്യാം. പിന്നെ ഇതിന്റെ നീളം വരുന്നത് ഒരുപാട് പേർക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. കുറെ മെസ്സേജ് ഞാൻ കമന്റിൽ ഒരുപാട് എന്താ പറയാ മെസ്സേജും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇൻബോക്സിലും കണ്ടിട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മുടെ ഇൻബോക്സിൽ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ നീളം എത്രയാണ് വരിക എന്നുള്ളത്. നീളം ഞാൻ കാണിച്ചു തരാം, കടന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ നീളം വരുന്നത്. ഞാൻ കുറച്ചും കൂടി മേലേക്ക് കയറി കിടക്കുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് ഭാഗം താഴത്ത് ഫ്രീ ആയി കിടക്കും. ഇല്ല, ഫ്രീ ഇല്ലേ? യെസ്, ഫ്രീ ആയി കിടക്കും. ഇനി ഇതിൽ എത്ര പേര് കിടക്കും എന്നുള്ളതാണ്. അച്ഛനൊന്നും നേടുന്നത് ഒന്ന് എടുത്തി കിടന്ന്. ഓക്കെ, ഇങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിലും 3 പേർക്ക് കംഫർട്ട് ആയിട്ട് കിടക്കാൻ പറ്റും. ഇല്ലേ? 3 പേർക്ക് കിടക്കാനുള്ള സ്ഥലമല്ലേ? 3 പേർക്ക് കംഫർട്ട് ആയിട്ട് കിടക്കാനുള്ള സ്ഥലം ഉണ്ടാവും. ഇത് ക്യൂൺ സൈസ് ബെഡ് ആയിട്ടാണ് വരിക. അതായത് ക്യൂൺ സൈസ് ബെഡ് ആയിട്ടാണ്. 5 അടി വീതിയും 6.25 അടി നീളമാണ് ഇതിന്റെ ബെഡിന്റെ എന്താ പറയാ നീളം വീതിയും വരുന്നത്. ഈ ഹാൻഡ് റെസ്റ്റ് വരുന്നത് എക്സ്ട്രാ വരുന്നതാണ്. അപ്പോൾ ടോട്ടല് 5.5 അടി വീതി ഉണ്ടാവും. ടോട്ടല് 6.5 നീളം ഉണ്ടാവും. അതായത് എൻഡ് ടു എൻഡ് ഒരു 6.5 അടി നീളം ഉണ്ടാവും. എൻഡ് ടു എൻഡ് വീതി വരുന്നത് ഒരു 5.5 അടി വീതി ഉണ്ടാവും. പിന്നെ ഇതിന്റെ ഫോമും കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് വാഷ് ചെയ്യാൻ അഴിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഷിബ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതാണ് കുറച്ചുകൂടി വൈകുന്ന ഇതാണ് ഇതിലെ ഫോം വരുന്നത്. 32 ഡെൻസിറ്റി ഉള്ള സ്കൈ ഫോം ആണ് നമ്മൾ ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത്. 8 വർഷം ഗ്യാരണ്ടിയാണ് ഫോമിന് കിട്ടുക. ഈ ഫോമിന്റെ മേലെ തന്നെ സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ ഉള്ളിലാണ് തോന്നുന്നത് അഴിച്ചെടുക്കേണ്ടി വരും. എന്നാലും നമുക്ക് അതിന്റെ എത്ര ഗ്യാരണ്ടി ഉണ്ട് എന്നുള്ളതൊക്കെ അതിന് എഴുതി വെച്ചിട്ടുണ്ട്. എത്ര ഡെൻസിറ്റി ഉണ്ട് എന്നുള്ളതും അതും സീൽ ചെയ്തിട്ടുണ്ട്. 32 ഡെൻസിറ്റി ഉള്ള സ്കൈ ഫോമിലാണ് നമ്മൾ ഇതിന്റെ ബെഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ക്ലോത്ത് വരുന്നത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തതാണ്. ഇത് അഡൂര എന്ന് പറഞ്ഞിട്ടുള്ള ക്ലോത്ത് ആണ്. അഡൂരയിൽ ഫസ്റ്റ് ക്വാളിറ്റി ആണ് തുണി വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ വെക്കല് മോശി എന്നുള്ള തുണിയിലാണ് വെച്ച് കൊടുക്കല്. ഇത് അവർ കസ്റ്റമൈസ് ചെയ്തതാണ്. ഈ ഒരു കളറും അതേപോലെ തന്നെ ഈ ഒരു ക്ലോത്തും. അതിനനുസരിച്ച് റേറ്റിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും കമന്റ് ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷന്റെ ചാർജ് അടക്കം ഡീറ്റെയിൽ ആയിട്ട് കമന്റ് ബോക്സിൽ ഇടുന്നുണ്ട്. മൊത്തത്തിൽ ഇതിൽ ഉൾക്കൊള്ളിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആവുന്ന എഴുതിയിട്ടാണ്. അപ്പൊ എന്തായാലും ഞാൻ ഇതൊന്ന് മടക്കി കാണിച്ചു തരാം, സെറ്റ് ആക്കി കാണിച്ചു തരാം. നമുക്ക് ഇതിൽ 2 സ്റ്റോറേജ് കിട്ടും. ഇതിൽ നമുക്ക് പില്ലോയോ അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് എന്തെങ്കിലുമൊക്കെ കയറ്റി വെക്കാൻ പറ്റും. ഒരു 26 സ്റ്റോറേജ് ഉണ്ട് കേട്ടോ. ഇതേപോലെ തന്നെയാണ് 4 അടിയും വരിക. 4 അടിയാണെന്നുണ്ടെങ്കിലും ടോട്ടൽ 4.5 അടിയും 6.5 അടി നീളം ഉണ്ടാവും. അങ്ങനെയാണ് വരിക. നമ്മളൊരു 6 മാസം മുന്നേ നമ്മളൊരു സോഫ കമ്പോട്ട് ഇവിടെ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സോഫ കമ്പോട്ടാണ് ഇത് ഈ കിടക്കുന്നത്. ഇത് സാർ വാങ്ങിയിട്ട് നോക്കിയിട്ട് ഉപയോഗിച്ചിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയും കൂടി ഓർഡർ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഇതൊന്നും ഉണ്ടാക്കിച്ചത്. ഇത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മൾ 6 കൊണ്ടുവന്നത്. ടോട്ടൽ നമ്മളിവിടെ 7 സോഫ കമ്പോട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഗസ്റ്റ് ഉണ്ടായിരുന്നു, ഇന്നാണ് പാക്കറ്റ് ചെയ്തെന്ന് പറഞ്ഞത്. അപ്പൊ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരുന്നു. ഇതവർ കട്ടിലായിട്ട് ഉപയോഗിച്ചതാണ്. ഇപ്പോൾ ഇതിനിപ്പോ ഒന്ന് തട്ടിക്കൊട്ടിയിട്ട് ഇവർ സോഫ ആക്കി ഇടുന്നാണ് പറഞ്ഞത്. കണ്ടോ. പിന്നെ ഇവിടെ വേറെ സോഫ കമ്പോട്ട് ഉണ്ട്. ഇതാണ്. ഇത് അവര് 20,000 രൂപയ്ക്ക് വാങ്ങിയതാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇത് പ്ലൈവുഡ് ആണ്, ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കിടക്കാണ്. അതുകൊണ്ടാണ് അവർ നമ്മളോട് സാധനം വേണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇതും സോഫ കമ്പോട്ടാണ്. പക്ഷെ അവർക്ക് ഇത് കട്ടിലായിട്ട് ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കുന്നത്. മൊത്തം പ്ലൈവുഡിലാണ് ചെയ്തിട്ടുള്ളത്. 20,000 രൂപയായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇത് കംപ്ലീറ്റ് പ്ലൈവുഡ് ആണ്. പിന്നെ അതല്ല ലോക്കൽ ഫോമൊക്കെയാണെന്നാണ് അവർ പറഞ്ഞത്. ഞാനിത് എന്തായാലും നോക്കിയിട്ടില്ല, ഞാനത് അഴിച്ചു നോക്കിയിട്ടില്ല എന്താണ് എങ്ങനെയാണെന്നുള്ളതൊന്നും നമ്മൾ കുറ്റം പറയരുതല്ലോ എന്ന് എഴുതിയിട്ടാണ്
നമ്മളിത് ജസ്റ്റ് കാണിച്ചു തരുന്നത് പ്ലൈവുഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു റേറ്റ് വരുള്ളൂ, അല്ലെങ്കിൽ ഒരു 10-18,000 രൂപയ്ക്കോ അല്ലെങ്കിൽ ഒരു 16,000 രൂപയ്ക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ സാധനത്തിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ സാധനം ഉപയോഗിക്കുന്നതിലുള്ള ഒരു വ്യത്യാസം എന്തായാലും വരും. ഇതിപ്പോൾ നമ്മൾ മരത്തിലാണ് ചെയ്തിട്ടുള്ളത്, നമ്മൾ ചെയ്തിട്ടുള്ളത് മരത്തിലാണ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഞാൻ കൊടുത്തിട്ട് ഏകദേശം 6 മാസം കഴിഞ്ഞു, 8 മാസത്തിന്റെ അടുത്ത് ആവാനായിട്ടുണ്ട് തോന്നുന്നു. ഇതേപോലെ തന്നെ കിടക്കണം. രണ്ടെണ്ണം കൂടി ഉണ്ട് മേലെ, ഞാൻ അതും കൂടി കാണിച്ചു തരാം. ഇതാണ് എല്ലാതും ഒരേ പാറ്റേൺ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ ലൈറ്റ് കുറവായതുകൊണ്ട് കറണ്ട് ഇല്ല. അതിന്റെ ഉള്ളിലേക്കുള്ള കറണ്ട് കണക്ഷൻ എന്തോ ഒഴിവാക്കിയിട്ടാണ് ഇവിടെയും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ കുറച്ച് പണിയുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്നത്. സെറ്റ് ചെയ്യാനുണ്ട്. ഇതും നമ്മൾ അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതാണ് ഇതിന്റെ ടവർ ലോക്ക് വരുന്നത്. അതായത് ഇവിടെ നിന്ന് പുഷ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോക്ക് ഫ്രീ ആവും. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന നമ്മുടെ യൂട്യൂബ് ചാനലായ വുഡ് പെക്കർ ആർട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതേപോലെ തന്നെ നിങ്ങൾ കാണുന്ന നമ്മുടെ ഫേസ്ബുക്ക് പേജായ ലാൽ നിലമ്പൂരുകാരനാണെന്നുണ്ടെങ്കിൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിടുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും കമന്റിൽ നിങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത അടിപൊളി നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.